ആസ് യൂഷ്വൽ നമ്മുടെ സൺഡേ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ ഇന്ന് എറണാകുളത്തേക്ക് ഇറങ്ങാണ്. ഇന്ന് കുറച്ച് ആർഭാടം കൂടുതലാണ്, അതുകൊണ്ട് 2 വണ്ടിക്ക് ഇറങ്ങാമെന്ന് വെച്ചു. നേരെ ഫഹിമേനെ പൊക്കാനാണ് പോക്ക്. എല്ലാ ഗ്യാങ്ങിനെ പോലെ തന്നെ ഊക്ക് നിരോധിച്ച് തന്നെ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ തന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എതുവിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കുടിയിരിപ്പ് എന്താ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. തനിക്ക് കാറുണ്ട്, തനിക്ക് ഐഫോൺ ഉണ്ട്, അല്ല തനിക്ക് വണ്ടി ഉണ്ട്, തനിക്ക് ഐഫോൺ ഉണ്ട്, തനിക്ക് പെണ്ണുണ്ടോ? ഈ നാറിയാണ് ഇത് ഇറക്കിയത്. പഴംപുരിയൊക്കെ തിന്നോണ്ടിരിക്കും. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇവിടെ വയ്ക്കണേ അതിന് നിനക്ക് പെണ്ണുണ്ടോ? ഓഫീസില് ലാപ്ടോപ്പിന്റെ ചാർജർ വെച്ചിട്ട് എനിക്ക് പെണ്ണുണ്ടാ? ഇല്ലല്ല. ഗോദയിലേക്ക് ഞാൻ അടുത്ത പഠനം വിളിക്കുകയാണ്. ചെസ്റ്റ് നമ്പർ 3 ഓൺ സ്റ്റേജ്. ഷാനു ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. ആ ഗ്യാപ്പ് കിട്ടിയപ്പോ രണ്ടും കൂടെ അങ്ങോട്ടേക്ക് മുങ്ങി. ഇത്ര നേരം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഇവന്മാരൊക്കെ പെറുക്കിയെടുത്ത് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. ഇതിനിടയ്ക്ക് നോമ്പ് തുറക്കണ സമയമായിരുന്നു. അപ്പോൾ ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നല്ലൊരു ലൊക്കേഷൻ കണ്ട് വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പതിയെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ ഏറ്റവും കാത്തിരുന്ന ഒരാൾ ഇതുമായിരുന്നു. എന്നാലും അവന് കഴിക്കാൻ പറ്റുള്ളൂ. ഇവളെവിടെ പോയാലും ഫുഡ് ഉണ്ടാവും ഒരു ചാക്ക്. അങ്ങനെ നോമ്പൊക്കെ തുടർന്ന് അടുത്ത ചായകുടിയിലേക്ക് ഞങ്ങൾ കടന്നു. ഊക്കിനൊരു അന്ത്യമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഓരോന്നിങ്ങനെ സർക്കിളായിട്ട് മേടിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവസാനം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ.